നമുക്കെല്ലാം വിശ്വാസപരമാണോ 1:12 1:10. ഞാൻ ആദ്യം ബൈബിൾ ക്ലാസ് തുടങ്ങിയ ഫസ്റ്റില് പറഞ്ഞ വചനമാണ് 10. 1:12. അതില്ലാത്തവരെല്ലാം പുറത്തു പോയിരുന്നു, ഉള്ളവരെല്ലാം നിറഞ്ഞു. അത് പറഞ്ഞാല് എല്ലാം വിദേശ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലെങ്കിൽ ആത്മാക്കളും തിരിച്ചറിയില്ല. അനേക ആത്മാക്കളും ലോകത്തില് 1 യോഹന്നാൻ 4 1-3 വേണം. ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റുണ്ട്, പൈശാചികത, അവർ അത്ഭുതവും അടയാളവും എല്ലാം കാണിക്കും. സ്പിരിറ്റ് 1 യോഹന്നാൻ 3:12 വരുന്നതാണ് സ്പിരിറ്റ്. അയാൾ 34 പ്രവർത്തിക്കും. അവൻ അത്ഭുതം അടയാളം കാണിക്കും. ഒരുപാട് 16, 13, 14 ഭാഗ്യത്തില് നിങ്ങളെല്ലാം വഹിക്കും. അത്ഭുതം അടയാളം കാണുമ്പോൾ നിങ്ങളെല്ലാം പുറകെ പോകും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവൻ പോയി നിങ്ങൾ അവർ വരുന്നത് സെൽഫ് ഗ്ലോറിക്കാണ്. 1 തിമോത്തി 1 വരുന്നത് സ്വന്തം മാംസനിഷ്ഠാണ് വരുന്നത്, ആ കൊണ്ടു വരുന്നത്. അപ്പൊ അതെല്ലാം കണ്ടുപിടിക്കാതെ സുഖം നിങ്ങൾക്കുണ്ടാവണം. അത് വേണം. അതുകൊണ്ട് ശിക്ഷക്ക് പറഞ്ഞത് ലോകം മുഴുവൻ പോയി സുവിശേഷം കൊടുക്കാൻ മാർക്കോസ് 16 15 വേണം. ലോകം മുഴുവൻ വേണമെങ്കിൽ എന്ത് വേണം? വിവേചനം വേണം. എല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ഒരു സ്ഥലം ചെയ്യുന്നത് കപടം അറിയണം. കപടനായിരുന്നു. മത്തായി 26:51 ആദ്യം നരകത്തിൽ പോകുന്നത് കപടനാണ്. ഇതുകൊണ്ടാണ് മത്തായി 23 അധ്യായം തന്നത് കപടനെ പറ്റി. അവനവരില്ല വരാൻ പോകുന്നത് സമ്മതിക്കുകയില്ല. ഞങ്ങളൊക്കെ തടുക്കണം മുഴുവൻ കപടന്മാരായിരിക്കും. മത്തായി 23 13-36 വായിക്കാൻ ഞങ്ങൾക്ക് കിട്ടും. കാരണം അവരും പറ്റിയല്ല വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മദ്യപരിച്ചൊന്ന് കുടിക്കാനില്ല, വലിയ സന്തോഷമാണ്. അതെ, കപടമാക്കിയവരായി നിയമിച്ചത് കഴിച്ചത് നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ പ്രകടനം ആവശ്യകളായിരുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല. പ്രവേശിക്കാൻ വരുന്നവര് അനുഭവിക്കുന്നില്ല. കണ്ടോ? ബൈബിളിലേക്ക് വായിക്കാൻ ചേർന്ന് കഴിയുമ്പോൾ അവർ നീതി, കാരുണ്യം, വിശ്വസ്തത, ഇത് 3 അവഗണിച്ച് അതിനകത്ത് കൊടുക്കുന്ന കടവുപ്പോ ജീരകം, ഇഞ്ചി, പച്ചമല്ലി ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ വിശ്വാസം, നീതി, കാരുണ്യം. കേട്ടോ? ലോകത്തിൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും വിശ്വാസമുണ്ടോ, വിശ്വസ്തമുണ്ടോ? ഇല്ല. എവിടെ നോക്കിയാലും എത്ര കോടിയാണ് കുറിച്ച് അങ്ങോട്ട് മറ്റ് എന്താ നിസ്സാരം പോലെ നമുക്ക് വിശ്വസ്തയില്ല. അവരൊക്കെയാണ് ഭരിക്കുന്നത്. ഇതെല്ലാം ഏത് ഫലത്തിൽ വരും? വെളിപാട് 13 ഈ രാഷ്ട്രീയമാണ്. വെളിപാട് 13 പൊതുവെ ശക്തിയുള്ള വേണം. അവന്റെ നാവാണ് ദൈവദുഷ്ടപരമായ നാവാണ് എല്ലാത്തിൻ്റെ കരുതപ്പെട്ടിരിക്കുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് നുണയും ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ മറ്റു പറയാതിരിക്കുന്നുണ്ടാവും. നമ്മുടെ ഇവിടെ തന്നെ കാണുന്നില്ല. കൂട്ടത്തിൽ രാഷ്ട്രീയക്കാർ ഒന്നുകൂടി വൈറസിന് കേൾക്കട്ടെ. ദൈവദുഷ്ടം പറയുന്ന ഒരു വായു നൽകപ്പെട്ടു. വഴക്കം പറയുന്ന വായാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കണ്ടോ? അതുകൊണ്ടാണ് സർപ്പം ഇവർ അജ്ഞാനം കൊടുത്തത്. ഒന്നുപോലെ വയത് ആർക്ക് മഴത്തിന് അത് ഞാൻ വെളിപാട് എടുക്കാത്ത കാര്യം കുറെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആത്മാവിനെ വെളിപ്പെടുത്തിക്കേണ്ടത്. ഇപ്പൊ പറഞ്ഞാല് അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് വെളിപാട് നിങ്ങൾ ആത്മാവിന് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വെളിപാടെല്ലാം ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തരും ദൈവം നിങ്ങളുടെ ആത്മാവിലായി കഴിയുമ്പോൾ. ഇതാണ് സർപ്പത്തിന്റെ വായിൽ നിന്ന് നദിപോലെ ജലമാകുന്നത് വെച്ചാൽ എന്താണ്? വചനമാണ്. വെളിപാട് 12 18 17 ആ വചനമാണ് ആദ്യമായിട്ടാണ് എല്ലാം മാതാവിനെതിരായിട്ട്. അതുകൊണ്ടാണ് മാതാവിനെതിരായിട്ട് പറയാൻ വേണ്ടി നടക്കുന്നത്. വേറെ ഒരു പരിപാടിയും തന്നെ കണ്ടോ? മാതാവിന്റെ ബേസിൽ വന്നാല് കർത്താവ് ഈശ്വരൻ അറിയുള്ളൂ, ദൈവരാജ്യം അറിയുള്ളൂ, സ്നേഹന്മാരുള്ളൂ.
ആലോചിച്ച വലിയ വൃത്തം കിട്ടുമോ? ആ ഗ്രാമപ്പകുതി ആലോചിച്ചവർക്ക് കേട്ടോ, ഇത് കാഴ്ച കേൾക്കുന്ന അതെല്ലാം സംഭവിക്കും കേട്ടോ. മാനവ സുഹൃത്ത് റോഡുകളിൽ പോയി എല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നാലും അതെല്ലാം ദൈവം വെളിപ്പെടുത്തി തരുന്ന ആത്മാവിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാത്രി പ്രാർത്ഥിക്കണമെന്ന് സങ്കീർത്തനം 119 ഏതൊക്കെ 148 വാക്യങ്ങളോട് രാത്രി പ്രാർത്ഥിക്കുന്നവരും ദൈവം കാണും. ആചരണങ്ങളിൽ രാത്രി നമ്മൾ അനുവദിക്കുന്നതല്ല. അന്നൊരു ശക്തിയായിട്ട് വരും. എല്ലാം ദൂഷിച്ച് എല്ലാം ചീത്ത സ്വഭാവങ്ങളൊക്കെ വിട്ടുപോകും. രാത്രി പ്രാർത്ഥിച്ച കല്ലൂരി പോകും കേട്ടോ, പേടി പോകും. എന്തുകൊണ്ടാണ് അർദ്ധരാത്രിയായിട്ട് പ്രാർത്ഥിക്കുമായിട്ട് ഉള്ള ധൈര്യം ഭയങ്കര ദൈവം തരും. 2 തിമോത്തി 1:7 ആത്മാവിനെ തരും. പേടിയെല്ലാം പോകും. രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ശക്തരാകും നിങ്ങൾ കണ്ടോ. ആത്മാവിന് ശക്തി വരുമ്പോൾ ഭയമുണ്ടാവുമോ? ഇല്ല. അവ പീഡനം സഹിക്കാതെ ആ കൃപ ദൈവം തരും. എബ്രായർ 6:12-15 അർദ്ധരാത്രി വാക്യാനം കഴിയുന്ന കൃപയും വേണം. നടക്കുക പിന്നെ നടക്കാം. രോഗശാസ്ത്രക്കാരനാക്കി കാറ്റ് മേടിക്കാം, പ്രാർത്ഥിക്കാൻ ചെയ്യാം, പുറത്തോളം പറയാം. അത് പിതാവ് പ്രവർത്തിക്കും. അതാണ് നിങ്ങൾ ആത്മാവിന്റെ ശക്തരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്ന ആത്മാവിന്റെ കൃപയെ ശക്തിപ്പെടുത്തും. അർദ്ധരാത്രിയെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ പിറ്റേ ദിവസം വരുമ്പോൾ തന്നെ അടയാളം കാണും. നിങ്ങൾ ലൂക്കാ 11:20